തൃശ്ശൂരിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ്, അതായത് പഴയ മാർക്കറ്റ്, അഞ്ച് വിളക്ക്, പുത്തമ്പള്ളി, അതിൻ്റെ അടുത്തൊക്കെയുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ്സ് എല്ലാം ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമാണ്. വളരെ പുരാതനമായ കടകൾ കണ്ടോ, അതിൽ കാണാം. വളരെ പഴയ ഷോപ്പുകളാണ്, ഇപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തി പോരുന്നു. ചില ഷോപ്പുകളെല്ലാം അങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഭംഗിയാക്കുന്നുണ്ട്. ബിൽഡിംഗ് ഇപ്പോഴും പഴയതാണ്. സ്റ്റേഷനറി മാർക്കറ്റ്, എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ട് കിട്ടുന്നതാണ് ഇവിടെ. ടൂറിസ്റ്റുകൾ തൃശ്ശൂർ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ഈ സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. എല്ലാം ഇവിടെ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്നതാണ്. ഹെൽമറ്റ്, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, തുണികൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അഞ്ച് വിളക്ക് എന്ന് പറയും, പുത്തമ്പള്ളിക്ക് സമീപം. പുത്തമ്പള്ളി വളരെ പഴയ പള്ളിയാണ്, ഫേമസ് ആണല്ലോ. അതേപോലെയാണ് ഇത്. ബാഗുകൾ, ചെരുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ എല്ലാം ഇവിടെ മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. മെയിനായിട്ട് ഹോൾസെയിലാണ്. കണ്ട ബിൽഡിങ്ങിൻ്റെ ഒക്കെ കോലം കണ്ടോ, പഴയ ബിൽഡിങ്ങാണ്, വളരെ പഴയ ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ നല്ല തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ, എന്താ അറിയില്ല. മുമ്പൊക്കെ നല്ല തിരക്കുള്ള റോഡായിരുന്നു ഇത്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല തിരക്കുള്ള റോഡായിരുന്നു. അത്ര തിരക്ക് കാണുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ കുത്തിക്കയറ്റം കാരണം റീറ്റെയിലും ഹോൾസെയിലും ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊന്നും ആളില്ല. തൃശ്ശൂരൊക്കെ ആൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബുക്ക്, പലതരം ബുക്കുകൾ, ലെഡ്ജറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഇതൊരു 2-3 കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ്. കുറേ ഏരിയാസ് ഉണ്ട്, എല്ലാ ഐറ്റംസും കൂടെ കിട്ടും. ഇതാണ് പുത്തമ്പള്ളി. ഇതാണ് ഇവിടുത്തെ ഒരു സെൻറ്റർ ഏരിയ. പുത്തമ്പള്ളി വളരെ പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഈ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ പുത്തമ്പള്ളി എന്നുള്ള ഓട്ടോ വെച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫേമസ് പുത്തൻപള്ളി. അപ്പോൾ ഈ മെറ്റ AI ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വളരെ ഈസിയാണ്.
വെറുതെ നടന്നിങ്ങനെ പറഞ്ഞ് പോയാൽ മതി. മൊബൈലും പിടിച്ചിങ്ങനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് മെറ്റാ AI പ്രത്യേകത. റോഡ് വിൽക്കുന്നത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സമയം എടുക്കും. നാട്ടിലെ കാര്യങ്ങളാണല്ലോ. തട്ടാന്മാർ, ജ്വല്ലറികൾ എല്ലാം ഉണ്ട് ഇവിടെ. ജ്വല്ലറി വർക്ക്, ലോക്കറുകൾ, വളരെ പഴക്കമുള്ള ഷോപ്പാണ്. തൃശ്ശൂർ ട്രേഡിങ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിട്ടുള്ള സ്ഥലമാണത്. ചാക്കോളാസിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് കൂടെ ഉണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഈ 5 വിളക്ക് എന്ന് പറയുന്നത്. ഇതാണ് 5 വിളക്ക്. 5 വിളക്കുണ്ട് അതിൽ. അതുകൊണ്ടാണ് ഇവിടെ 5 വിളക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പഴയ ഒരു ഇതാണ് 5 വിളക്ക്. അങ്ങോട്ട് പോയിട്ട് കറിയില്ല. അതാണ് പോകേണ്ടത്. അപ്പോൾ ഇത് അടുത്തൊരു സ്ട്രീറ്റാണ്. ഇവിടെ പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോലം കണ്ടത് ഇപ്പോൾ വളരെ പഴയ ബിൽഡിങ്ങാണ്. വർഷങ്ങളോളം പഴക്കമുണ്ട്. ഇപ്പോൾ പൊളിച്ചു പൊളിയേണ്ട സമയമായി. ഉള്ളിലേക്കും കടന്നു കഴിഞ്ഞാൽ കടകൾ കുറേ ഉണ്ട്. ഇതങ്ങനെ പുതിയ കടകൾ വേറെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസ്, ഇത് ബുദ്ധിമുട്ടായില്ലേ.
അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ്, ട്രാഫിക് പോലീസ്. അവിടേക്ക് ഓഫീസർ ഇവിടെ തന്നെയാണ്. ഗോദ്രേജിൻ്റെ ഒരു ഷോറൂമുണ്ട്. ഗോദ്രേജിൻ്റെ ഒതൻറ്റിക് ഷോപ്പാണ്. പിന്നെ ഇവിടെ ഒരു പള്ളിയും കൂടെ ഉണ്ട്, വേറൊരു പള്ളിയും കൂടെ കാണുന്നുണ്ട്. മാർത്ത് മറിയം വലിയ പള്ളി, സിറിയൻ ചർച്ച്. ഇവിടെ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇവരുടെ ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ പെയ്ഡ് പാർക്കിംഗ് കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മൾ വണ്ടി പാർക്കിംഗ് ഇവിടെ തന്നെയാണ്. ഇവിടെ മാസമില്ലാത്ത സമയങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അവർ.